അമേരിക്കയുടെ ഭീഷണിക്കിടെയാണ് മോദിയുടെ ചൈന സന്ദർശനം നടക്കുന്നത്. ഓഗസ്റ്റ് 31, സെപ്റ്റംബർ 1 തീയതികളിലായി ചൈനയിലെ ടിയാൻജിനിൽ നടക്കുന്ന SCO ഉച്ചകോടിയിൽ മോദി പങ്കെടുക്കുന്നുണ്ട്. ഇന്ത്യ ചൈന ബന്ധത്തിൽ ഇത് എന്തേലും മാറ്റം വരുത്തുമോ? ഈ അന്തർദേശീയ രാഷ്ട്രീയത്തിൽ നിരന്തരം പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു വാചകമുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ അയൽക്കാരെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. ആരാണോ നിങ്ങളുടെ അയൽക്കാർ, ആ അയൽക്കാരുമായിട്ട് പരമാവധി സൗഹൃദത്തിൽ മെച്ചപ്പെടുത്തിക്കൊണ്ട് പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഓരോ രാജ്യത്തിൻ്റെയും മുന്നിലുള്ള പോംവഴി. ഇന്ത്യയും ചൈനയും തമ്മിൽ ചരിത്രപരമായി തന്നെ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നമെന്ന് പറയുന്നത് വാസ്തവത്തിൽ ഇന്ത്യയും ചൈനയും നിർമ്മിച്ചതല്ല. ഇവിടെ കോളനി ഭരണം ഉണ്ടായിരുന്ന സമയത്ത് ബ്രിട്ടീഷുകാർ 1913-14 വർഷങ്ങളിൽ ഒരു ഭൂപടം എടുത്തു വെച്ചുകൊണ്ട് ആ ഭൂപടത്തിന് മുകളിൽ വരച്ചു വെച്ച അതിർത്തിയാണ് ഇന്ത്യ ചൈന സംഘർഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മക്മഹൻ രേഖ എന്ന് പറയുന്ന രേഖയാണ് അരുണാചൽ പ്രദേശിൻ്റെ മേഖലയിൽ ഇന്ത്യ ചൈന സംഘർഷങ്ങൾക്കുള്ള കാരണം. എന്ന് പറഞ്ഞാൽ അവരുടെ ആ ബ്രിട്ടൻ്റെ സന്ദർഭത്തിൽ ഇവിടെ നടന്നുകൊണ്ടിരുന്ന അവരുടെ ജിയോ പൊളിറ്റിക്കലായിട്ടുള്ള നീക്കങ്ങളുടെ ഫലമായി അവർ സൃഷ്ടിച്ചു വെച്ച പ്രശ്നങ്ങളുടെ അത് നമ്മൾ പിൻപറ്റുകയാണ് വാസ്തവത്തിൽ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രശ്നമുണ്ട്. ഈ അതിർത്തിയെ സംബന്ധിച്ച് നമ്മൾ എടുത്തൊരു നിലപാട് എന്ന് പറയുന്നത് ഈ നിലനിൽക്കുന്ന അതിർത്തികളാണ് നമ്മുടെ അതിർത്തികൾ എന്നുള്ള നിലപാട് നമ്മൾ എടുത്തു. ചൈന പറഞ്ഞു നമ്മൾ രണ്ടു കൂട്ടരും, ഇന്ത്യയും ചൈനയും, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം, ചൈന വിപ്ലവത്തിന് ശേഷം നമുക്ക് രണ്ട് രാജ്യങ്ങളും പുതുതായി വന്നിരിക്കുകയാണ്. നമ്മൾ രണ്ട് രാജ്യങ്ങളും പുതുതായി നമ്മുടെ അതിർത്തികൾ ചർച്ച ചെയ്ത് പരിഹരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ആ ചൈന മുന്നോട്ട് വെച്ച ആ നിർദ്ദേശത്തെ നമ്മൾ നമ്മൾ അതിനെ പരിഗണിച്ചില്ല. എന്ന് മാത്രമല്ല, എന്താണോ ബോർഡർ അതാണ് ഇന്ത്യ ചൈന ബോർഡർ എന്നുള്ള നിലയിലേക്ക് നമ്മൾ നിന്നു. ഇതിനെ തുടർന്നാണ് പ്രശ്നങ്ങൾ ഉണ്ടായത്. ആ പ്രശ്നങ്ങൾ അതിർത്തി തർക്കമായിട്ടല്ല ആദ്യം രൂപപ്പെട്ടത് വന്നത്. ആ പ്രശ്നങ്ങൾ അതിർത്തിയിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു, ഭൂപടവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടായിരുന്നെങ്കിലും ആ പ്രശ്നം 1950 രൂക്ഷമായത് ദലൈലാമ ഇന്ത്യയിൽ അഭയം തേടിയതോട് കൂടിയിട്ടാണ്. ദലൈലാമ ഇന്ത്യയിൽ അഭയം തേടിയതോട് കൂടിയിട്ട് ഈ ചൈന ഇന്ത്യ ബന്ധങ്ങൾ വഷളാവുകയും അത് വളരെ വലിയ സംഘർഷങ്ങളിലേക്ക്, അപ്പോൾ അവിടെ ഈ അതിർത്തി തർക്കം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ വലിയ വിഷയങ്ങളാക്കി ഉയർത്തിക്കൊണ്ടുവരികയും 1962 യുദ്ധത്തിലേക്ക് നയിക്കുകയുമാണ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സംഭവം, അതായത് ഇന്ത്യ ചൈന ബന്ധങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരു 5000 വർഷത്തോളമുള്ള ചരിത്രമുണ്ട് എന്ന് അവകാശപ്പെടുന്നുണ്ട്. ഈ കാലങ്ങളിൽ ഒന്നും തന്നെ ഇന്ത്യയും ചൈനയും യുദ്ധം ചെയ്ത ചരിത്രമില്ല. അപ്പോൾ അങ്ങനെ, അതായത് കഴിഞ്ഞ ഈ ഇന്ത്യക്കും ചൈനയ്ക്കും ഈ സ്വാതന്ത്ര്യ ലബ്ധിക്ക് മുമ്പുള്ള ഒരു സന്ദർഭത്തിലും ഇന്ത്യയും ചൈനയും തമ്മിൽ യുദ്ധം നടത്തിയ ചരിത്രമില്ല എങ്കിൽ അതിനുശേഷം യുദ്ധം ഉണ്ടായതിന്റെ കാരണം ബ്രിട്ടീഷുകാർ ഇവിടെ സൃഷ്ടിച്ചു വെച്ചിട്ട് പോയ അവർ സൃഷ്ടിച്ച അതിർത്തി പ്രശ്നങ്ങളും കൊണ്ടാണ് ഇന്ത്യയും ചൈനയും തമ്മിൽ യുദ്ധത്തിലേക്ക് പോകേണ്ടി വന്നത്. നമുക്കറിയാം, ലോക യുദ്ധം തന്നെ 100 വർഷ യുദ്ധം, 30 വർഷ യുദ്ധം, 7 വർഷ യുദ്ധം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പലതരത്തിലുള്ള യുദ്ധങ്ങൾ നടത്തിയ ജർമ്മനിയും ഫ്രാൻസും ബ്രിട്ടനും എല്ലാം, ഈ ജപ്പാനും അമേരിക്കയും ജപ്പാനും ഉൾപ്പെടെ, അതായത് ആണവായുധമിട്ട് ഇല്ലാതാക്കി കളഞ്ഞ ഒരു രാജ്യമായ ജപ്പാൻ ഉൾപ്പെടെ അമേരിക്കയും ജപ്പാനും തമ്മിൽ സൗഹൃദം ഉണ്ടായി എങ്കിൽ ഈ 1962 യുദ്ധത്തിന്റെ പേരിൽ ഇപ്പോഴും നമ്മൾ ശത്രുതയിൽ നിൽക്കുന്നത് വാസ്തവത്തിൽ ഒഴിവാക്കേണ്ടതും അവസാനിപ്പിക്കേണ്ടതുമാണ്. ഇപ്പോൾ രണ്ട് ഭരണകൂടങ്ങൾ, ഇപ്പോൾ നരേന്ദ്രമോദിയെ കുറിച്ച് പറയുന്നത് വളരെ ഇച്ഛാശക്തിയുള്ള ഒരു നേതാവാണ്, അവിടെ ചൈനയിൽ ഇച്ഛാശക്തിയുള്ള ഒരു നേതാവുണ്ട്. ഈ രണ്ട് കൂട്ടരും കൂടി സമഗ്രമായി ഈ വിഷയം ചർച്ച ചെയ്താൽ പരിഹരിക്കാവുന്ന വിഷയമാണ്. നമുക്കറിയാം, ഈ സംഘർഷങ്ങൾ നിലനിന്ന സന്ദർഭത്തിൽ EM ശങ്കരൻ നമ്പൂതിരിപ്പാട് പറഞ്ഞ വളരെ പ്രസിദ്ധമായ ഒരു പ്രഖ്യാപനമുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഈ പ്രശ്നങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കണം. അവ ചൈനയുടേതെന്നും ഇന്ത്യയുടേതെന്നും പറയുന്ന പ്രദേശങ്ങളെക്കുറിച്ച് ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് ചർച്ച ചെയ്ത് ഈ പ്രശ്നം പരിഹരിക്കണമെന്ന് 1960-കളിൽ തന്നെ EM ശങ്കരൻ നമ്പൂതിരിപ്പാട് പറഞ്ഞിരുന്നു. അത് തന്നെയാണ് ഇതിനുള്ള പരിഹാരം. 1960 ഈ ചൗവൻലായി ഇന്ത്യ സന്ദർശിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം ഇവിടെ സന്ദർശിച്ച വേളയിൽ പറഞ്ഞു, നമുക്കൊരു യാഥാർത്ഥ്യമുണ്ട്. ആ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് എക്സൈറ്റിൻ എന്ന് പറയുന്ന കാശ്മീർ മേഖലയിലുള്ള പ്രദേശം ചൈനയുടെ കയ്യിലും 36,000 ചതുരശ്ര കിലോമീറ്റർ ചൈനയുടെ കയ്യിലും, ഇവിടെ ഈ അരുണാചൽ പ്രദേശ് എന്ന് പറയുന്ന 90,000 ചതുരശ്ര കിലോമീറ്റർ ഇന്ത്യയുടേതുമാണ്. അപ്പോൾ അവർ പറഞ്ഞു, ചൗവൻലായി ഇവിടെ വന്നപ്പോൾ പറഞ്ഞു, നിങ്ങൾ കൈവശം വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള അരുണാചൽ പ്രദേശം നിങ്ങൾ എടുക്കുക, എക്സൈറ്റിൻ പ്രദേശം ഞങ്ങൾക്ക് തരിക, അങ്ങനെ ചെന്നാൽ ഈ പ്രശ്നം തീരും എന്ന അന്ന് നിർദ്ദേശങ്ങൾ െങ്കിലും നെഹ്റുവിന്റെ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന പല ആളുകളും അന്ന് അതിനെ എതിർത്തുകൊണ്ടാണ് അന്ന് നടക്കാതെ പോയത്. എന്നാൽ ഇന്ന് അതുകൊണ്ട് പോലും പ്രശ്നം പരിഹരിക്കപ്പെടത്തില്ല. കൂടുതൽ അവകാശവാദങ്ങൾ ചൈന ഉന്നയിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ കൂടുതൽ കാലം കഴിയുന്തോറും പ്രശ്നങ്ങളെ സങ്കീർണമാക്കാതെ ഈ പ്രശ്ന പരിഹാരത്തിന് ശ്രമിക്കുക എന്നുള്ളതാണ് വേണ്ടത്. പക്ഷേ ഇവിടെ നിർഭാഗ്യവശാൽ നടക്കുന്നതല്ല. ഈ ചൈന എന്ന് പറഞ്ഞാൽ ഒരു കാലിളകുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. വാസ്തവത്തിൽ ഇപ്പോൾ എന്താ ചെയ്യുന്നത്?
ഈ അമേരിക്കയുമായിട്ട് സംഘർഷമുണ്ടാകുന്ന സാഹചര്യത്തിൽ ചൈനയിലേക്ക് നമ്മുടെ പ്രധാനമന്ത്രി പോവുകയാണ്. ചൈനയുമായിട്ട് വ്യാപാരം മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നു. ചൈനയിലെ നമ്മൾ ഡയറക്റ്റ് ആയിട്ടുള്ള വിമാനം നമ്മൾ യാത്ര നടക്കാനായിട്ട് തീരുമാനിക്കുന്നു. ഇങ്ങനെയുള്ള പല തരത്തിലുള്ള തീരുമാനങ്ങളും നമ്മൾ എടുത്തുകൊണ്ട് ഇന്ത്യ ചൈന വ്യാപാരം, നമുക്കറിയാം അമേരിക്കയെ പോലെ തന്നെ ഇന്ത്യയും ചൈനയും തമ്മിൽ ചൈന ബന്ധത്തിൽ ചൈന വലിയ വ്യാപാര പങ്കാളിയാണ്. പക്ഷേ നമുക്ക് വ്യാപാര കമ്മി നമ്മുടെ ഭാഗത്താണ് എന്നുള്ള പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. ആ വ്യാപാര കമ്മി പരിഹരിക്കേണ്ട സുപ്രധാനമായ ഒരു പ്രശ്നമാണ്. ഇന്ത്യ ചൈന ബന്ധത്തിൽ വലിയൊരു വിലങ്ങുതടിയായിട്ട് നിൽക്കുന്ന അതിർത്തി തർക്കം കഴിഞ്ഞാൽ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ വ്യാപാര കമ്മിയാണ്. ടിബറ്റ് വേറൊരു പ്രശ്നമാണ്. അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ഈ ഇച്ഛാശക്തിയുള്ള നേതാക്കന്മാരുണ്ടെങ്കിൽ സാധ്യമാണ് എന്ന് നമുക്കറിയാം. അപ്പൊ അങ്ങനെയുള്ള നടപടികൾ നടത്തിക്കൊണ്ട് പോയാൽ മാത്രമേ നമുക്ക് ഈ ബന്ധങ്ങൾ മെച്ചപ്പെടുത്താൻ കഴിയൂ. കാരണം ഈ ചൈന എന്ന് പറയുന്ന ലോകത്തിലെ 2ാമത്തെ സാമ്പത്തിക ശക്തിയാണ്, 3ാമത്തെ സൈനിക ശക്തിയാണ്, പിന്നെ ഐക്യരാഷ്ട്ര സംഘടനയിലെ സെക്യൂരിറ്റി കൗൺസിലിലെ പെർമനന്റ് മെമ്പറാണ്, ലോകത്തെ ഏറ്റവും അധികം വ്യാപാരം നടത്തുന്ന രാജ്യമാണ്, എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യമാണ്, ലോകത്തെ ഏറ്റവും അധികം വിദേശ നാണ്യ ശേഖരമുള്ള രാജ്യമാണ്. അപ്പൊ അങ്ങനെയെല്ലാമുള്ള ഒരു രാജ്യമാണ് ചൈന. അപ്പൊ ആ ചൈനയുമായി ബന്ധം മെച്ചപ്പെടുത്തുക എന്ന് പറയുന്നത് ഇന്ത്യ തീർച്ചയായും ചെയ്യേണ്ട കാര്യമാണ്. അത് ചെയ്യാതെ ചൈനയിൽ നിന്ന് വരുന്ന ഉൽപ്പന്നങ്ങൾ നിരോധിക്കുക, ചൈനയ്ക്കെതിരായിട്ടുള്ള നടപടി സ്വീകരിക്കുക, ചൈനയിലെ ആപ്പുകൾ നിരോധിക്കുക എന്നൊക്കെ പറയുന്ന എത്രമാത്രം തെറ്റായ നടപടിയാണെന്ന് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബേഴ്സ് ഓഫ് കൊമേഴ്സും പിന്നെ അത് CII എന്ന് പറയുന്ന വ്യവസായ സംഘടനകളും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർ പറയുന്നുണ്ട് ഈ ചൈനയിൽ നിന്നുള്ള പല ടെക്നോളജികളും, ഇച്ചിരി ചീപ്പായിട്ടുള്ള ടെക്നോളജികൾ ഇന്ത്യൻ വ്യവസായത്തിന് ആവശ്യമാണ്. ഇന്ത്യയിൽ നിന്ന് ഈ പിന്നെ ഗാൽവൻ സംഭവം നടന്നതിന് ശേഷം ഇന്ത്യയിലെ ഇൻവെസ്റ്റ്മെന്റുകൾ നമ്മൾ നിർത്തിവെച്ചു. അപ്പോൾ അങ്ങനെ നിർത്തിവെച്ചപ്പോൾ ഇവിടെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായി. അപ്പൊ അതിന്റെ ഫലമായിട്ട് ഇപ്പോ ഈ നമ്മുടെ നീതി ആയോഗിന്റെ നിർദ്ദേശം തന്നെ വന്നിരിക്കുന്നു. ചൈനയിൽ നിന്നുള്ള 24% ഇൻവോൾവ്മെന്റ് ഉള്ള ഇൻവെസ്റ്റ്മെന്റുകൾ അംഗീകരിക്കാം. അതായത് പറഞ്ഞാൽ ഈ ചൈന എന്ന് പറയുന്നത് ആഗോള തലത്തിലുള്ള ഒരു ടെക്നോളജി, ചീപ്പ് ടെക്നോളജിയുടെ ഒരു വലിയ ഹബ്ബാണ്. 5G ടെക്നോളജിക്ക് ഏറ്റവും അധികം നമ്മളെ സഹായിക്കാൻ കഴിയുന്ന ഒരു രാജ്യമായിരുന്നു ഇന്ത്യ. അത് 5G കഴിഞ്ഞ് 5.6 5.7 പോയി കഴിഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇന്ത്യയും ചൈനയും തമ്മിൽ സഹകരിക്കാവുന്ന നിരവധി മേഖലകളുണ്ട്. ആ നിരവധി മേഖലകളിൽ നമ്മൾ വ്യാപാരവും വാണിജ്യവും സൗഹൃദവും മെച്ചപ്പെടുത്തിയാൽ നമുക്ക് രണ്ടു കൂട്ടർക്കും ഒരുമിച്ച് വലിയ ശക്തികളായിട്ട് മാറാം. അത് പിന്നെ നമ്മുടെ പ്രധാനമന്ത്രിമാര് പലതവണ മൻമോഹൻ സിംഗും അവിടുത്തെ ഷീ ജിൻപിങ്ങും ഒക്കെ ചേർന്ന് പറഞ്ഞു, നമുക്ക് രണ്ടു കൂട്ടർക്കും ഒരുമിച്ച് വളരാൻ കഴിയും, നമ്മൾ രണ്ടും ഒരുമിച്ച് നിന്നാൽ ലോകം ആ ശബ്ദം ശ്രദ്ധിക്കും എന്നൊക്കെ പറയുന്ന പ്രഖ്യാപനങ്ങൾ നടത്തപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അതായത് നമുക്കൊരു ബാർഗെയിനിങ് ചിപ്പ് വേണം. അതായത് ഇന്ത്യ അമേരിക്ക ബന്ധം മെച്ചപ്പെടുത്തുന്നത് നല്ല കാര്യം തന്നെയാണ്. അതേസമയം അമേരിക്കയുടെ ഒരു ജൂനിയർ പങ്കാളിയായി മാറാൻ ഇന്ത്യ ശ്രമിക്കരുത്. അവിടെയാണ് അങ്ങനെ ഉള്ള സന്ദർഭത്തിൽ നമ്മൾ എന്ത് വേണം, നമുക്ക് പറയാൻ കഴിയണം ഇന്ത്യയും ചൈനയും തമ്മിൽ മെച്ചപ്പെട്ട ബന്ധമുണ്ട്, ഇന്ത്യയും റഷ്യയും തമ്മിൽ മെച്ചപ്പെട്ട ബന്ധമുണ്ട്. ഞങ്ങൾക്കെതിരെ ഈ പറഞ്ഞ തരത്തിലുള്ള എന്തെങ്കിലും നടപടിയിലേക്ക് പോയാൽ അതിനെതിരായി ഞങ്ങൾക്ക് നിൽക്കാനുള്ള കരുത്തുണ്ട് എന്ന് ധരിപ്പിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഈ തരത്തിലുള്ള മെച്ചപ്പെട്ട ബന്ധം അയൽരാജ്യങ്ങളുമായിട്ട് നമുക്ക് ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ ചൈനയിലേക്ക് പോകുന്നത് അത്തരമൊരു ശുഭസൂചനയായിട്ടാണ് ഞാൻ കാണുന്നത്. സാർ, ഇന്ത്യ റഷ്യ ബന്ധം കൂടുതൽ ദൃഢമാകുന്നതിനിടെ ഓഗസ്റ്റ് 15 റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ട്രംപ് കൂടിക്കാഴ്ച നടത്താൻ പോവുകയാണ്. ഈ ഒരു കൂടിക്കാഴ്ചയുടെ ഫലമായി ഉക്രൈൻ യുദ്ധം അവസാനിച്ചേക്കുമോ? ഓഗസ്റ്റ് 15 ട്രംപും പുടിനും മിഡിൽ ഈസ്റ്റിൽ വെച്ച് കാണുന്നുണ്ട്. അത് ഒരു പക്ഷേ യുദ്ധം അവസാനിക്കുന്നതിലേക്ക് നയിച്ചേക്കാം. പക്ഷേ അമേരിക്ക മുന്നോട്ട് വെച്ചിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ, ഈ യുദ്ധം അവസാനിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ, ഈ ഡോൺബാസ് എന്ന് പറയുന്ന, അതായത് 2 ഒബ്ലാസ്റ്റുകൾ, 2 പ്രദേശങ്ങൾ, 2 പ്രവിശ്യകൾ, യുക്രൈൻ്റെ 2 പ്രവിശ്യകൾ അവർക്ക് വിട്ടുകൊടുത്തുകൊണ്ട്, റഷ്യക്ക് വിട്ടുകൊടുത്തുകൊണ്ട് പിന്നെ ഈ പ്രശ്നപരിഹാരം നടത്താമെന്നുള്ള നിർദ്ദേശമാണ് റഷ്യയുടെ മുമ്പിൽ വെച്ചിരിക്കുന്നത്. അത് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അമേരിക്കൻ പ്രസിഡന്റും പിന്നെ റഷ്യൻ പ്രസിഡന്റും തമ്മിൽ കൂടിക്കാണുന്നത്. പക്ഷേ ഇന്ന് വന്നിരിക്കുന്ന ഒരു പ്രസ്താവന, പിന്നെ സെലൻസ്കിയുടേതായിട്ടുള്ള പ്രസ്താവന, ഈ യുക്രൈൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ 1 ഇഞ്ച് പ്രദേശം പോലും റഷ്യക്ക് വിട്ടുകൊടുത്തുകൊണ്ടുള്ള ഒരു സമാധാന സന്ധിക്ക് ഞങ്ങൾ തയ്യാറല്ല എന്ന് പറഞ്ഞിട്ടുള്ള പിന്നെ വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ പ്രദേശം വിട്ടു, അതായത് ഏകദേശം യുക്രൈൻ്റെ 20% പ്രദേശം ഇപ്പോൾ റഷ്യയുടെ കയ്യിലാണ്. അങ്ങനെ ആ പ്രദേശങ്ങൾ മുഴുവൻ പിന്നെ ഞങ്ങൾക്ക് വിട്ടുതരണം എന്നുള്ളതാണ് പുടിൻ മുന്നോട്ട് വയ്ക്കുന്ന ആശയം. എന്നാൽ കുറച്ച് പ്രദേശങ്ങൾ, അതിന്റെ പകുതി പ്രദേശങ്ങൾ വിട്ടുകൊടുത്തുകൊണ്ട് സമാധാന സന്ധി ഉണ്ടാക്കാമെന്നുള്ളതാണ് അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശം. എന്നാൽ ഒരു പ്രദേശം പോലും വിട്ടുകൊടുക്കാൻ തയ്യാറുള്ള എന്ന് പറഞ്ഞുകൊണ്ടാണ് സെലൻസ്കി നിൽക്കുന്നത്. അതുകൊണ്ട് ഇത് എത്രത്തോളം ഈ പിന്നെ ചർച്ചകൾ വിജയിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് സംശയങ്ങളുണ്ട്. എന്നാൽ പോലും ഈ അഥവാ ഉക്രൈൻ യുദ്ധം സമാപിച്ചാൽ പോലും നമ്മൾ ഈ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന ഉൾപ്പെടെ, ആയുധം വാങ്ങുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക്
പിന്നെ ഈ പറഞ്ഞ തരത്തിലുള്ള ഈ ചുങ്കങ്ങൾ ചുമത്തിക്കൂടായികയില്ല. കാരണം ഞാൻ പറയുന്നത്, റഷ്യയിൽ നിന്നും നമ്മൾ ഈ S-400 മിസൈൽ, ട്രയംഫ് മിസൈൽ വാങ്ങുന്ന സന്ദർഭത്തിൽ നമുക്ക് റഷ്യ യുക്രൈൻ യുദ്ധം ഉണ്ടായിരുന്നൊന്നുമില്ല. അങ്ങനെ യുദ്ധം ഉണ്ടാകാത്ത സന്ദർഭത്തിൽ പോലും റഷ്യയുടെ കയ്യിൽ നിന്ന് S-400 ട്രയംഫ് മിസൈൽ വാങ്ങുന്നതിനെതിരെ അന്ന് നമുക്കെതിരെ ഈ എന്താണ് ഉപരോധം ഏർപ്പെടുത്തുന്ന ബില്ലിൽ വരെ ഒപ്പിട്ടയാളാണ് ഈ ഡൊണാൾഡ് ട്രംപ്. അപ്പൊ അങ്ങനെ, അതായത് എന്റെ കയ്യിൽ നിന്ന് ആയുധം വാങ്ങുക, എന്റെ കയ്യിൽ നിന്ന് എണ്ണ വാങ്ങുക, ഞങ്ങളുടെ രാജ്യത്ത് നിക്ഷേപം നടത്തുക എന്ന് പറയുന്ന എല്ലാം എന്റെ രാജ്യത്തിന് എനിക്ക് ഗുണമുണ്ടാകുന്ന തരത്തിൽ പ്രവർത്തിക്കുക എന്ന് പറയുന്ന നിലപാടെടുക്കുന്ന ഒരു ഭരണാധികാരിയുടെ ആയതുകൊണ്ട് ഈ റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിച്ചാൽ പോലും ഈ പറഞ്ഞ തരത്തിലുള്ള താരിഫുകളിൽ നിന്നും, പെനാൽറ്റി താരിഫുകളിൽ നിന്നും, കാരണം പെനാൽറ്റി താരിഫിന് വേറൊരു കാരണം കൂടിയുണ്ട്. റഷ്യയുടെ നിന്ന് എണ്ണ വാങ്ങുന്നത് മാത്രമല്ല, ബ്രിക്സിൽ അംഗമായിരിക്കുന്നു ഇന്ത്യ എന്നുള്ളത് കൂടി ഒരു കാരണമാണ്. അതുകൊണ്ട് ഈ പറഞ്ഞ റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിച്ചാൽ പോലും ഈ പറഞ്ഞ തരത്തിലുള്ള പിഴച്ചുങ്കം ചുമത്തലിൽ നിന്നും ട്രംപ് പിന്മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല.